إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك أشهد أن لا إله إلا الله هو الأول والآخر والظاهر والباطن وهو على كل شيء قدير وأشهد أن نبينا وحبيبنا محمد صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا بلغ الرسالة وأدى الأمانة ونصح الأمة اللهم صل وسلم على رسولك ونبينا محمد صلى الله عليه وعلى آله وأصحابه أجمعين بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മുറുകെ പിടിക്കണമേ എന്നും സ്വന്തത്തോടും നിങ്ങളോരോരുത്തരോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളുടെ സൃഷ്ടാവായ അല്ലാഹു മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ്. അവ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം ഒരുപാടെണ്ണം കൈപ്പറ്റിയ ആളുകളാണ് നമ്മളെല്ലാവരും. ആവശ്യപ്പെട്ടതുമല്ലാത്തതുമായ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുകയാണെങ്കിൽ وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا إِنَّ اللَّهَ لَغَفُورٌ رَحِيمٌ. അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരിക്കലും നിങ്ങൾക്കതിന് സാധ്യമല്ല എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാം, അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സംസാരിക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും കനപ്പെട്ട അനുഗ്രഹമാണ് ആഫിയത്ത് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണ ആരോഗ്യം നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു.
അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതാണ് പറയുന്നത് സൂറത്തുർ റൂമിൽ, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ, നിങ്ങളെ ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനത്രേ അല്ലാഹു. ثم جعل من بعد ضعف قوة, പിന്നീട് ബലഹീനതയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാക്കി തന്നു. ثم جعل من بعد قوة ضعفا وشيبا, അവൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാക്കി തന്നതിനു പിന്നെ ശക്തിക്ക് ശേഷം ബലഹീനതയും നരയും ഉണ്ടാക്കി തന്നു. ആ ആയത്തിൽ പറയുകയാണ് യഖ്ലുഖു മാ യശാ വഹുവൽ അലീമുൽ ഖദീർ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു, സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ളവനാണ് അല്ലാഹു. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ആഫിയത്ത് ഒരുപാട് ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളാണ്. നമ്മളുടെ ഓരോരുത്തർക്കും അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ ഓരോ അനുഗ്രഹത്തിന്റെയും ക്ഷമത നമ്മളിൽ നിന്ന് കൈവിടുമ്പോഴാണ് നമുക്കതിന്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയുക. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കഷ്ടതകളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും അള്ളാഹു അവന്റെ അടിമക്ക് നൽകുന്ന നിർഭയത്വവും സംരക്ഷണവുമാണത്. മോശമായതിനെ പിരിച്ചുവിട്ടുകൊണ്ടും പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ടും തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ടും ലഭിക്കുന്നവയാണത്. രക്ഷയും സൗഖ്യവുമാണ് ആഫിയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് തന്നെ സൗഖ്യമെന്ന് പറയുമ്പോൾ ഒരാളുടെ ദീനിനും ഒരാളുടെ ശരീരത്തിനും ലഭിക്കുന്ന സൗഖ്യമാണത്. അവൻ ഉദ്ദേശിച്ച, അവൻ ആഗ്രഹിച്ച, അവൻ സ്വീകരിച്ച ആദർശം അത് മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഏറ്റവും ഗംഭീരമായ ആരോഗ്യമെന്ന ആഫിയത്തെന്ന ആ ഒരു സൗഖ്യം ആവോളം ആസ്വദിക്കാൻ കഴിയുക എന്നതുമാണ് ഈ ആയത്തില് ലഅഫ് എന്നും ദുഅഫ് എന്നും ഒക്കെ ഉച്ചരിച്ചുകൊണ്ടുള്ള അറബി വാചകം നമുക്ക് കാണാൻ സാധിക്കും. ആ ലഅഫ് എന്ന പദത്തിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ വല്ലാത്തതാണ്. നമുക്കറിയാം, പക്ഷിമൃഗാദികളും അതേപോലെ തന്നെ അങ്ങനെയുള്ള ജീവജാലങ്ങൾ ജനിക്കുമ്പോൾ അത്യാവശ്യമായി ചില കഴിവുകളൊക്കെ ജന്മനാ ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക്, ആ ചെറിയ ജന്തുക്കൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ചില ജീവികൾക്ക് ജന്മനാ ഉണ്ട്. ഒരു മത്സ്യം അതിന്റെ മുട്ട വിരിഞ്ഞ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് അത് പുറത്തേക്ക് വരുന്നത് ഒരു സ്ട്രെച്ചറിലോ അതിന്റെ അമ്മയുടെ കൈപ്പടത്തിനകത്തോ കിടന്നിട്ടല്ല, അത് നീന്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് വരുന്നത്. എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി അള്ളാഹു പറയുകയാണ്, കേവലം സൃഷ്ടികളിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന മനുഷ്യനെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? യാതൊരു കഴിവും യാതൊരു അറിവും ഇല്ലാത്തവനായിട്ടാണ് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം, ഞാനിന്ന് വളരെ വിഷമിക്കുന്നൊരു കാര്യം പറയാം. ഒരൽപ്പം കാഴ്ചയിൽ നിന്നൊരിത്തിരി പുറകോട്ട് പോകുമ്പോഴേക്കും അതിന്റെ വൈഷമ്യം ഒരിക്കലും അളക്കാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നല്ലോണം നടന്നുപോയ ആളുകൾക്ക് നടക്കാനാവാത്ത അവസ്ഥയുണ്ട്. വായിച്ചവർക്ക് വായിക്കാൻ കഴിയാത്തതും ഭക്ഷണം കഴിച്ചവർക്ക് അത് കഴിക്കാൻ കഴിയാത്തതുമായ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആഫിയത്ത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട ആളുകൾ കൃത്യമായി ആ കാര്യത്തിൽ ബോധ്യത്തോടുകൂടി അതിനെ മൈൻഡ് ചെയ്ത് ജീവിക്കേണ്ടതായ അത്ര വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ആഫിയത്തിന്റെ വില അറിയിക്കുന്ന ചില ഹദീസുകളുണ്ട്. عن معاذ بن رفاعة عن أبيه قال قام أبو بكر الصديق رضي الله عنه عن المنبر ثم بقى فقال قام رسول الله صلى الله عليه وسلم. معاذ بن رفاعة رضي الله عنه തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു,
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ കയറി നിന്നു. ശേഷം മിമ്പറിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, قال رسول الله صلى الله عليه وسلم عام الأول على المنبر ثم بقى فقال. കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹിജ്റ 1-ാം വർഷം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇതേപോലെ മിമ്പറിൽ കയറി നിന്നപ്പോൾ അദ്ദേഹം കരഞ്ഞു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, فقال صلى الله العفو والعافية فإن أحدا لم يعطى بعد اليقين خيرا من العافية. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്ന ശേഷം അവിടെ നിന്ന് കരഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് ആഫ്വ, മാപ്പും, അൽ ആഫിയ, സൗഖ്യവും നിങ്ങൾ ചോദിക്കുക. ദൃഢവിശ്വാസത്തിന് ശേഷം, യഖീനുള്ള ഹിദായത്തിന് ശേഷം ആഫിയത്ത് പോലൊരു അനുഗ്രഹം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പഠിപ്പിച്ചു. عن أنس بن مالك أن النبي صلى الله عليه وسلم عاد رجلا قد جهد حتى صار مثل الفرخ فقال له. أنس بن مالك ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു, ഒരു പക്ഷി കുഞ്ഞിനെ പോലെ തളർന്നുപോയ ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ആഫിയത്തിന് ചോദിക്കാറുണ്ടോ എന്ന്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇങ്ങനെയാണ് പറയാറുള്ളത്, അല്ലാഹുവേ, പരലോകത്ത് നീ എന്നെ ശിക്ഷിക്കാൻ പോകുന്നതെല്ലാം ഈ ലോകത്ത് എനിക്കായി നീ ധൃതി കൂട്ടി തരണമേ. അതായത് പരലോകത്ത് എനിക്ക് എന്തൊക്കെ അദാബാണോ വരാനിരിക്കുന്നത് അതൊക്കെയും നീ ഇഹലോകത്ത് വെച്ച് തന്നോളൂ. പരലോകത്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ എന്ന അർത്ഥത്തിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കതിന് കഴിവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാനുമാവില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, നിങ്ങൾക്കത് സഹിക്കാനുമാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്രകാരം പറഞ്ഞൂടായിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇന്നക ലാ തുതിഉ أو لا تستطيعه أفلا كنت تقول اللهم آتنا الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിൽ പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ അതല്ല പ്രാർത്ഥിക്കേണ്ടത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവേ എനിക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാലോ, ഒരുപാട് ആളുകൾ യന്ത്രങ്ങൾ പിടിപ്പിച്ച ശരീരവുമായി ജീവിക്കുന്നവരാണ്. ഒരുപാട് ആളുകൾ യന്ത്രത്തിന്റെ സഹായത്താൽ ഉറങ്ങുന്നവരാണ്. ഒരുപാട് ആളുകൾ യന്ത്രങ്ങളുടെ സഹായത്താൽ സഞ്ചരിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ ഞാൻ ഓർക്കുകയാണ്. ഒരു നല്ല മകള് പിറന്നു. ആ മകൾ ആദ്യത്തെ ദിവസം തന്നെ സ്തന്യം നുകർന്ന് അമ്മിഞ്ഞപ്പാല് കുടിച്ചു. ഉടനെ തന്നെ അത് പുറത്തേക്ക് വന്നു. ആവർത്തിച്ചത് കൊടുത്തിട്ടും അത് വയറ്റിൽ നിൽക്കാത്ത അവസ്ഥയും കുട്ടി നിർത്താതെ കരയുന്ന അവസ്ഥയും ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ കുട്ടിക്ക് 12ഓളം വയസ്സായി. ഏതൊരു ഭക്ഷണം കൊടുത്താലും അത് ദഹിപ്പിക്കാൻ അതിന്റെ പിറകെ 3-4 ടാബ്ലറ്റുകൾ കൊടുക്കണം. ആ കുട്ടി വലുതായി 11-12 വയസ്സോളമായി. ഇന്നും ഏതൊരു ഭക്ഷണത്തിന്റെ പിറകെയും 3-4 ടാബ്ലറ്റുകൾ കുടിച്ചിട്ട് വേണം ആ ഭക്ഷണം ദഹിക്കാൻ. അത്ര പ്രയാസത്തിൽ ജീവിക്കണം ഓരോ ആളുകളുടെയും സ്ഥിതി അതാണ്. ഇതിനേക്കാളും വലിയ കഥനകഥകൾ നിങ്ങൾക്കും അറിയാകും. ആളുകൾ നമ്മളൊന്നും കാണുന്ന ലോകത്തല്ല. ഓരോരുത്തർക്കും ഓരോ പ്രതിസന്ധികളുണ്ട്, ദഹിക്കാത്ത പ്രശ്നങ്ങളുണ്ട്, ആമാശയങ്ങൾ വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട്, ദഹനേന്ദ്രിയ വ്യവസ്ഥകളിൽ ഒരുപാട് എൻസൈമുകളുടെ ഷോർട്ടുകളുള്ളവരുണ്ട്. ആളുകൾ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയാത്തവരുണ്ട്. ചില ഭക്ഷണങ്ങൾ
നിങ്ങൾക്ക് ദഹിക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ അത് അശേഷം ഒഴിവാക്കേണ്ട അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്കൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ വരും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഏറ്റവും ഉഷാറായി നിൽക്കുന്ന അരോഗതടകാത്രന്മാരായി ജീവിക്കുന്ന നമുക്ക് പിൽക്കാലത്തൊരു സിസ്റ്റം വരാനുണ്ട്. നിങ്ങൾക്കൊരു പ്രയാസത്തിന്റെ കാലം വരാനുണ്ട്. യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅദ് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിലൂടെ പറയുകയാണ്, ഹേ മനുഷ്യരെ, മരണശേഷം ഉയർത്തെഴുന്നേൽക്കുന്നതിനെ പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്നൊക്കെ ഡയലോഗുകൾ അടിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമിക വിശ്വാസത്തിലും ആദർശത്തിലും ജീവിച്ചിട്ട് പിൽക്കാലത്ത് പരലോകമില്ല, ഈസാ നബി വരില്ല, അങ്ങനെയുള്ള ചിലതൊന്നും ഇല്ലാത്തതാണ്. അത് മറ്റു ഇസങ്ങളൊക്കെ പറയുന്നത് പോലെ അശാസ്ത്രീയവും ഒരിക്കലും നടക്കാൻ കഴിയാത്തതുമായ, നടക്കില്ല എന്നുറപ്പുള്ള ചില വസ്തുതകളാണ് എന്നൊക്കെ മുസ്ലിം നാമധാരികൾ സംസാരിച്ചു തുടങ്ങുന്ന ജീവിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅദ്, നിങ്ങൾക്കങ്ങനെ നിങ്ങൾ മരണശേഷം ഉയർത്തെഴുന്നേൽക്കുന്നില്ല, ഇല്ല ഒരിക്കലുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, ആലോചിച്ചു നോക്കുക, നിങ്ങളെ നാം മണ്ണിൽ നിന്നും പിന്നീട് ഇന്ദ്രിയത്തുള്ളിൽ നിന്നും പിന്നീട് രക്തബിന്ദത്തിൽ നിന്നും അതുപോലെ തന്നെ പിന്നീട് ശരിയായ രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നും നാം സൃഷ്ടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗർഭാശയത്തിലെ വളർച്ചാഘട്ടങ്ങൾ പറഞ്ഞു. അങ്ങനെ ആ ഒരു മാംസപിണ്ഡത്തിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് നമ്മുടെ സൃഷ്ടി മഹാത്മ്യം വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ, ഖുലിഖൽ ഇൻസാനു ലൈഫാ, മനുഷ്യരെ നിങ്ങൾ ആരാണെന്ന് ബോധ്യപ്പെടാൻ നമ്മളേവരും വിസർജിക്കുന്ന രണ്ട് വിസർജാവയവങ്ങളിലൂടെ കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അഹങ്കാരികളായ മനുഷ്യരെ, നിങ്ങൾ വന്നത് എവിടെ നിന്നാണെന്ന് ആലോചിക്കും. എവിടെ നിന്നാണ്? അറപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, രണ്ട് ലൈംഗികാവയവങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ വാക്ക് വല്ലാത്ത വാക്കാണ്. അല്ലാഹു പറഞ്ഞു, വമിൻകും മയ്യുത്തും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പിന്നീട് നിങ്ങളെ എന്താക്കി? നമുക്ക് ആ അല്ലാഹുവിന്റെ മഹാത്മ്യം വ്യക്തമാക്കി തരാൻ വേണ്ടി അങ്ങനെ കൊണ്ടുവന്നു. നാം ഉദ്ദേശിക്കുന്നതിന് ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ അല്ലാഹു ഉദ്ദേശിച്ചവനെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു ചെയ്തു? ഗർഭാശയത്തിൽ താമസിപ്പിച്ചു. ചിലരെ 9 മാസവും 9 ദിവസവും, ചിലരെ 9 മാസം, ചിലരെ 8 മാസം, ചിലരെ 7 മാസം, ചിലരെ 6 മാസം, ചിലരെ 5 മാസം, ചിലരെ 3 മാസം, ചിലരെ 1 മാസം മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് ഒരു നിർണിതമായ അവധി ഗർഭാശയത്തിൽ നൽകി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ വെച്ചപ്പോൾ ശിശുക്കളായി പുറത്തേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണദശ പ്രാപിക്കും വരെ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. നിങ്ങളിൽ വമിൻകും മൻ യുതവഫാ, നേരത്തെ മരണപ്പെടുന്ന ആളുകളുണ്ട്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ആയുസ് നൽകി. എത്രത്തോളം? വളരെ ഗാഹ്യതയും വളരെ സംസാരപാഠവുമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ നമ്മളുടെ ഭാഷയിൽ അത്തും വിത്തുമൊക്കെ പറയും എന്ന് പറയും. സംസാരിച്ചാൽ ആളുകൾക്ക് തിരിയാത്ത, എല്ലാ അക്ഷരങ്ങളും പുറത്തേക്ക് വരാത്തത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് അങ്ങേയറ്റം
ആയുസ് നൽകുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്, എങ്ങനെയാ നമ്മളൊക്കെ ജനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാ ആളുകളെയും ഒരുപോലെ പടച്ചതമ്പുരാൻ ഒരേപോലെ നിലനിർത്തിയിട്ടില്ല എന്ന് സാരം. സഹോദരങ്ങളെ, അവിടെയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ളുഅഫിൽ നിന്ന്, ദുർബലതയിൽ നിന്ന് ശക്തിയോടുകൂടി നമ്മളെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ ആരാണ്? 500 കിലോ പൊക്കുന്ന ആളുകളാണ് അല്ലേ? 2 രാത്രികൾ ഉറക്കമൊഴിയാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. അതുപോലെ തന്നെ 10 മനുഷ്യന്മാരെ ഉയർത്താൻ ശേഷിയുള്ളവരാണ്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുടെ ലോകത്ത് ജീവിക്കാൻ മാത്രമുള്ള ത്രാണിയും ശേഷിയും നൽകുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ കാലവും അതുണ്ടാകുമോ? ഒരിക്കലും ഇല്ല എന്നതാണ് വാസ്തവം. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനോട് ചോദിക്കാൻ എനിക്കൊരു സംഗതി പഠിപ്പിച്ചതാ. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, റമളാനൊക്കെ അടുത്താൽ, ഈമാനൊക്കെ ഒന്ന് പുതിഞ്ഞാൽ കുറച്ച് പ്രാർത്ഥന പറഞ്ഞു തരും. ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ, ആ മതാഫിലിരിക്കുമ്പോൾ, അതേപോലെ തന്നെ രാത്രി അന്ത്യയാമങ്ങളിൽ പള്ളിയിലേക്ക് ഇഅ്തികാഫ് ഉദ്ദേശിച്ച് പോകുമ്പോൾ ആളുകൾ ചോദിക്കും, കുറച്ച് പ്രാർത്ഥനകൾ വേണം. അതുപോലെ തന്നെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, എനിക്കൊരൽപ്പം പ്രാർത്ഥനകൾ പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. യാ അബ്ബാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലില്ലാഹുൽ ആഫിയ. അബ്ബാസ്, നീ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. കുറച്ച് ദിനങ്ങൾ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വീണ്ടും വന്നു അബ്ബാസ്. എന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനോട് ചോദിക്കാൻ എനിക്കൊരു സംഗതിയും കൂടി പഠിപ്പിച്ചു തരൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, അല്ലിമിനി ശൈഅൻ അസ്അലുല്ലാഹ്. فقال لي يا عباس يا عم رسول الله صلى الله عليه وسلم سل الله العافية. രണ്ടാമത്തെ തവണ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യരെ, ഈ ലോകത്തും ആഫിയത്ത് നൽകാൻ നീ അല്ലാഹുവിനോട് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന അതാണ്. എന്ന് പറഞ്ഞാൽ ആഫിയത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം, പ്രിയപ്പെട്ടവരെ, ചെറുതല്ല. അല്ലാഹുവിനോട് തേടപ്പെടുന്ന സംസാരത്തിൽ ആഫിയത്തിനെ ചോദിക്കുന്നതിനോട് കിടപിടിക്കുന്നതോ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതോ ആയ ഒന്നുമില്ല എന്നാണ് തഹ്ഫത്തുൽ അഹ്ബരിയിൽ പറയപ്പെടുന്നത്. അതിനേക്കാൾ വലുത് ചോദിക്കാനില്ല. ഏതൊരു ഇബാദത്തിന്റെയും ബാക്ക് ബോൺ ആരോഗ്യമാണ്. ഏതൊരു ഇഖ്ലാസിന്റെയും ബാക്ക് ബോൺ ആരോഗ്യമാണ്. ഏതൊരു കർമ്മങ്ങളുടെയും ധർമ്മങ്ങളുടെയും പിന്നിൽ അടിസ്ഥാനപരമായി വരേണ്ട പെട്രോൾ അത് ആഫിയത്താണ്, ആരോഗ്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ അതിന്റെ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിന ഫീ സിർബിഹി മുആഫി ഫീ ജസദി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും ഓരോ ദിവസവും തന്റെ വാസസ്ഥലത്ത് നിർഭയത്തോടെയും ആഫിയത്തുള്ള ശരീരത്തോടെയും അന്നന്നത്തെ ഭക്ഷണത്തോടെയും കഴിച്ചുകൂട്ടാൻ അവന് ദുനിയാവ് മുഴുവനും ആയിട്ടുണ്ടെങ്കിൽ അവന് ദുനിയാവ് മുഴുവനും ലഭിച്ചതിന് തുല്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയാ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്? ഒന്ന്, ആരോഗ്യമുള്ള ശരീരം, അത് കയ്യിലുണ്ടാവുക. രണ്ടാമത്തത് എന്താ? നിർഭയത്വത്തോടെ ജീവിക്കുക, അന്നന്നത്തെ ഭക്ഷണം കഴിക്കാൻ കിട്ടുക. നീ ധനികനാണെന്നാണ്, നീ രക്ഷപ്പെട്ടു എന്നാണ്, നിനക്ക് ഈ ദുനിയാവ് മുഴുവനും കിട്ടി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അദ്ദേഹം എല്ലായ്പ്പോഴും ആഫിയത്തിനെ ചോദിക്കുമായിരുന്നു. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജഅതി നിഖ്മതിക വജമീഇ സഖതിക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇതിന്റെ അർത്ഥം മനസ്സു തുറന്ന് കേൾക്കുന്ന ഒരു യുവാവും ഈ പ്രാർത്ഥന ഓതാതെ ഒരു രാത്രിയും കിടന്നുറങ്ങുകയില്ല. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരു മനുഷ്യനും ഈ പള്ളിക്കകത്ത് ബാക്കിയുണ്ടാവില്ല. അത്ര കനപ്പെട്ട അർത്ഥമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ ശരണം തേടുന്നു, മിൻ സവാലി നിഅമതിക, നീ നൽകിയ ആഫിയത്ത്, ആരോഗ്യം മാറിപ്പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നിങ്ങൾ ആലോചിച്ചു,
രണ്ടാഴ്ച മുമ്പ് വരെ നല്ലോണം നോട്ട് വായിച്ച ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരല്പം ഇങ്ങനെ തപ്പിപ്പോയി ഹദീസ് വായിച്ചപ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെല്ലെ മങ്ങാണ്, കാഴ്ച ഇങ്ങനെ ഒത്തിരി കൂടി കുറയുക, സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ ഉണ്ടങ്ങനെ ഓരോ ആളുകളുടെയും സ്ഥിതിവിശേഷങ്ങൾ അറിയുമ്പോൾ അല്ലേ, എത്ര ആളുകളാണ് നമ്മുടെ കൂടെയൊക്കെ ജീവിക്കുന്നത്. സംസാരപ്രിയരായ പലരും സംസാരിക്കാൻ കഴിയാതെ അല്ലേ, ആംഗ്യങ്ങൾ പോലും ശരിയാകാത്ത വിധം, ആംഗ്യഭാഷകൾ പോലും കിട്ടാത്ത വിധം എത്ര ആളുകളുണ്ട്. മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ മരിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ ജീവനുള്ള ഒരു മനുഷ്യന്റെ ഒരു കാര്യവും നടക്കാത്ത വിധം കിടക്കുന്നവരില്ലേ. ആലോചിച്ചു, എത്ര ആളുകളാ പ്രിയപ്പെട്ടവര്. അവരൊക്കെ ആരായിരുന്നു? അവരൊക്കെ നമ്മുടെ നാട്ടിലെ രാജാക്കന്മാരായിരുന്നു. അവരൊക്കെ നമ്മുടെ നാട്ടിലെ വീട്ടിലെ വലിയ ആളുകളായിരുന്നു. ഇന്നവര് ദുർബലരാണ്. ഇന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം പരസഹായം മാത്രം പ്രതിവിധിയായി ജീവിക്കുന്ന ആളുകൾ, വലിയ വലിയ തടി കഷ്ണങ്ങൾ പൊക്കിയ, മരം മുറിക്കാൻ പോയിട്ടുള്ള വലിയ വലിയ ഉയർന്ന പാറക്കല്ലുകൾ പൊക്കിയ ആളുകൾ, സ്ട്രോക്ക് ബാധിച്ചൊന്നിനും കഴിയാതെ ഒരു അര ഗ്ലാസ് വെള്ളം പോലും വേണ്ട, ഒരു ടാബ്ലറ്റ് പോലും പൊക്കാൻ കഴിയാതെ ജീവിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്തൊരു പ്രതിസന്ധിയാണിത്. ആരെ നോക്കിയിട്ടാ ഈ രോഗം വരുന്നത്? ഏതെങ്കിലും പാപികൾക്ക് നേരെയാണോ ഈ രോഗം വരുന്നത്? ഏതെങ്കിലും സൂക്ഷ്മതക്കുറവുള്ള ആളുകൾ മാത്രമാണോ ഇത് വേട്ടയാടുന്നത്? പ്രിയപ്പെട്ടവരെ, എന്റെ ജീവായുസ്സിൽ ഞാൻ കണ്ടിരിക്കുന്ന മിക്ക രോഗങ്ങളുടെയും പേറി നടക്കേണ്ടി വന്ന ഗതികേടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മളെക്കാളും ഒരുപാട് തഖ്വയിലും ഖുശൂഇലും ഇഖ്ലാസിലും മുൻകടന്നു നിന്നവരായിരുന്നു എന്നത് നിങ്ങൾക്കും പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതേതെങ്കിലും ക്ഷുദ്രജീവിക്കെതിരെ വരുന്ന പരീക്ഷണങ്ങളല്ല. സത്യവിശ്വാസികളായ സഹോദരങ്ങൾക്ക് നേരെ, സത്യവിശ്വാസികളായ സഹോദരിമാർക്ക് നേരെ ഈ പ്രയാസങ്ങൾ കടന്നു വരും. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സാബിരീൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. 5 കാര്യങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒന്നിൽ അത് വരാതിരിക്കില്ല നിങ്ങൾക്കൊരിക്കലും. അത് വരും. മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വത്തമറാത്ത്. പേടിയോ, വിശപ്പോ, ആരോഗ്യക്കുറവോ, സാമ്പത്തികക്കുറവോ, കൃഷിനഷ്ടമോ, ഏതെങ്കിലും ഒരു നിലക്ക് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്നാണ് ഖുർആൻ, വന്നിരിക്കുമെന്നാണ് ഖുർആൻ. മുഫസ്സിറുകൾ പറഞ്ഞെന്താണെന്നറിയോ? ഒരാൾക്കൊരു പക്ഷേ ഇതഞ്ചും കടന്നു വന്നേക്കും. ഒരാൾക്കൊരു പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് കടന്നു വരാതെ അയാൾ ഈ ഭൂമുഖത്ത് നിന്ന് കടന്നു പോകില്ല എന്ന് പണ്ഡിതന്മാർ പറയാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളി എല്ലാവരും. അല്ലാഹുവിന്റെ വിധികൾ കൃത്യമായി നടക്കും. അതുകൊണ്ടാണ് വബശ്ശിരിസ് സാബിരീൻ എന്ന് പറഞ്ഞത്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈമാൻ മുറുകെ പിടിച്ച ആളുകൾക്ക് അല്ലാഹു തന്നത് തിരിച്ചെടുക്കുമ്പോൾ പ്രയാസം ഉണ്ടാവില്ല. ഓർമ്മയില്ലേ ഒരു സഹാബത്തിന്റെ കഥ? എന്താ ഉണ്ടായത്? രാത്രിയിൽ ഉപജീവനം കഴിഞ്ഞ് വന്നതാണ്. ഭാര്യയോടൊപ്പം ഭാര്യ നല്ലോണം സ്വീകരിച്ച് ഭക്ഷണം കൊടുത്ത് വേർപ്പ് ഗ്രന്ഥികൾ തന്റെ തട്ടം കൊണ്ട് തുടച്ച് ഭർത്താവിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് കിടപ്പറയിൽ ഇങ്ങനെ കടന്നു സംസാരിക്കവേ ചോദിച്ചു, നമുക്കൊരാള് ഒരു വസ്തു കടം തന്നാൽ, ഒരു വസ്തു വെക്കാൻ തന്നാൽ അതിന്റെ അർഹതപ്പെട്ട ആള്, അതിന്റെ ഉടമസ്ഥൻ അത് ചോദിച്ചു വന്നാൽ തിരിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. സഹാബി പറഞ്ഞു, എന്ത് സംശയം, കൊടുക്കണം. അപ്പോഴാ പറയുന്നത് നമ്മളുടെ മകനെ അതിന്റെ ഉടമസ്ഥൻ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കും, നമ്മളെ മക്കൾ തിരിച്ചു പോകണ്ട, നമ്മൾ തളർന്നു പോകാൻ. അവരുടെ ഒരു കൈവിരൽ, അവരുടെ കൈവിരലിൽ ഒരു അപകടം പറ്റിയാൽ, ഒരു നഖമെടുത്തു മാറ്റേണ്ടി വന്നാൽ, അല്ലേ, ആലോചിച്ച് നോക്ക്. ഒരു സ്റ്റിച്ചിടാൻ വേണ്ടി ആ പുരികമൊന്നെടുക്കുന്നത് കണ്ടാൽ പോലും കൈകാലുകൾ വിറക്കുന്നവരാ നമ്മൾ, അല്ലേ? അള്ളാഹു നൽകിയിരിക്കുന്ന ഓരോ സൗകര്യങ്ങളും അള്ളാഹു തിരിച്ചെടുക്കുന്ന സമയത്ത് ഈ അംർ ഇബ്നു ജമൂഹ് പറഞ്ഞില്ലേ? ആരായിരുന്നു അംർ ഇബ്നു ജമൂഹ്? അംർ ഇബ്നു ജമൂഹിന്റെ കാലിന് പരിക്ക് പറ്റി. അന്നത്തെ വിശുദ്ധന്മാർ പറഞ്ഞു, ഈ കാല് മുറിച്ചു മാറ്റണം. ഇന്നത്തെ പോലെ അനസ്തേഷ്യ ഇല്ല, ഇന്നത്തെ പോലെ AC റൂമുകളില്ല. ഒരു ഷെഡിൽ ഇങ്ങനെ കിടത്തിയിട്ട്
അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചിലകൾ ഇങ്ങനെ അരച്ചിട്ട് കുറച്ച് വായിലിട്ട് കൊടുക്കും, കുറച്ച് അവിടത്തേക്ക്, പിന്നെ വേദന അറിയില്ല. അംർ ഇബ്നു ജമൂഹ് പറഞ്ഞു, എന്താ പറഞ്ഞത്? എനിക്കത് വേണ്ട, എനിക്ക് ഈ പരീക്ഷണത്തിലെ വേദനകൾ സഹിക്കണം. ആ വേദനകൾ സഹിച്ചുകൊണ്ട് പരലോകത്തെത്തിയാൽ എനിക്ക് ഉപകാരം ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തത്. കാല് മുറിച്ചു മാറ്റി. ആ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരാൾ പുറത്ത് കാത്തിക്കുക. അംർ ഇബ്നു ജമൂഹ് കഴിഞ്ഞുല്ലേ? അതെ. മറ്റൊരു വിഷയമുണ്ട്, നിങ്ങൾക്ക്, നിങ്ങൾ പ്രയാസപ്പെടരുത്. എന്താ പറഞ്ഞു കൊടുത്തെന്നറിയോ? നിങ്ങളുടെ ഒരു മകനെ അല്ലാഹു തിരിച്ചു വിളിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കുക. ആ സഹാബി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ ഇരട്ട പരീക്ഷണം? ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്, ചില വീടകങ്ങളിൽ അങ്ങനെയുള്ള മക്കളുണ്ട്. ഒരു പാന്റെ 4 മക്കൾ, 4 ആളുകൾക്ക് പ്രശ്നം, 4 ആളുകൾക്ക് ലിവറിന് കംപ്ലൈന്റ്. ഒരു വാപ്പാന്റെ 2 കുട്ടികളുണ്ട്, ആ 2 കുട്ടികളും അന്ധന്മാർ. ആലോചിക്കും. ഒരു പെണ്ണിന് 5 ആൺകുട്ടികൾ പറഞ്ഞു, 3 പെൺകുട്ടികളും. 5 ആൺകുട്ടികളും പ്രസവാനന്തരം മരണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ ആലോചിക്കും. 5 ആൺകുട്ടികൾ കിട്ടി, അത് 5ഉം മരണപ്പെട്ടു. എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഇതാരെ കാണിക്കാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളല്ലാത്തവരെ പരീക്ഷിച്ച്, നമ്മളോടൊപ്പം അവരെ ജീവിപ്പിച്ച്, നമ്മളെ കൊണ്ട് കാണിപ്പിച്ച്, നമ്മളെ കൊണ്ട് അതിനെ സാക്ഷിയാക്കിയത് എന്തിനാവും? പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷപ്പെടാനാണ്, നമുക്ക് തിരിച്ചറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരെ സാധിക്കേണ്ടതുണ്ട്. അതാണെന്നില്ലേ, സുഖമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് എല്ലാം റെഡിയാണ്. ശാരീരിക വ്യവസ്ഥകൾ, ആന്തരിക വ്യവസ്ഥകൾ എല്ലാം ഒക്കെയാണ്. ഷുഗർ റെഡിയാണ്, പ്രഷർ റെഡിയാണ്, കൊളസ്ട്രോൾ റെഡിയാണ്, എല്ലാം ഒക്കെയാണ്. പക്ഷെ എന്താണ്? വിഴുങ്ങാനുള്ള പേശിക്ക് ശേഷിയില്ല. പേശി ഡൗണാണ്, മസിലുകൾ ഡൗൺ ആവുക, ഇറക്കാൻ പറ്റുന്നില്ല. വായിൽ വെച്ച് കൊടുത്ത സാധനം ഇറക്കാതെ എങ്ങനെ അവിടെ എത്തുക? ആലോചിക്കുക. കാഷ്ടിക്കുന്ന സമയത്ത്, വിസർജിക്കുന്ന സമയത്ത് വിസർജിക്കാനുള്ള മസിലില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിസർജിക്കാൻ കഴിയുന്നില്ല. എന്തായിരിക്കും അതിന്റെ പ്രയാസം? മൂത്രമൊഴിക്കാൻ മുട്ടുന്നു, മൂത്രം പുറത്തേക്ക് പോകുന്നില്ല. എത്ര ആളുകൾക്കുണ്ട് അല്ലേ? എത്ര ആളുകൾക്ക് ആ പ്രശ്നമുണ്ട് അല്ലേ? പ്രോസ്റ്റേറ്റിന്റെ ഇഷ്യൂസ് എത്ര ആളുകൾക്കുണ്ട് പ്രിയപ്പെട്ടവരെ? എന്തൊരു പ്രതിസന്ധിയാണ് ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ, മലമൂത്ര വിസർജനങ്ങൾ നടത്തുമ്പോൾ. എത്ര ബുദ്ധി, ആരും അറിയാത്തതാണത്. 4 ചുവരുകൾക്കുള്ളിൽ എന്ന ബോർഡൊട്ടിച്ച വാതിലും തുറന്നകത്ത് കയറിയിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആയിരങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഒരാളും അറിയാം, സ്വന്തം ഭാര്യ പോലും അറിയാത്ത പ്രതിസന്ധികളുണ്ട്. സ്വന്തം ഭർത്താക്കന്മാരെ മറച്ചു വെച്ചിട്ട് ജീവിക്കുന്ന രോഗങ്ങളുള്ള സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആഫിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നോട്ടെടുത്തു തുടങ്ങിയാൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, ഈ ശ്വാസോച്ഛ്വാസം എത്ര സെക്കൻഡുകളിൽ എത്ര എണ്ണം പിടിച്ചു വലിക്കുന്നവരാ നമ്മൾ. ആർക്കും ഒന്നും കൊടുക്കാനില്ല, ഒരു പ്രത്യേകം സമയം അതിന് ചെലവഴിക്കാനില്ല. അതിന്റെ ഒരു ശ്വാസനിശ്വാസത്തിന്റെ ഒരു പ്രതിധ്വനി പോലും നമ്മുടെ തലക്കോ ശരീരത്തിനോ എഫക്ട് ചെയ്യുന്ന പോലുമില്ല. എന്നാലോ അടിച്ചു കൊടുക്കാൻ ഇങ്ങനെ ശ്വാസകോശത്തിന്റെ മുകളിൽ ഇങ്ങനെ അടിച്ചടിച്ചിട്ട് വേണം ആ കുട്ടിക്കൊരു ബ്രീത്തിങ് അങ്ങോട്ട് കയറി വരാൻ. മെഷീനറീസുകൾ വെച്ചിട്ട് വേണം ആ കുട്ടിക്ക് ജീവിക്കുവാൻ. വേറെ ആളുകളുണ്ടെങ്ങനെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്വാസം കിട്ടാത്തവരുണ്ട്. ഉറങ്ങാൻ കിടക്കാൻ മെഷീനറീസുകൾ ഫിറ്റ് ചെയ്ത് ജീവിക്കുന്നവരില്ലേ? അല്ലാഹു അവരെ എല്ലാവരെയും ഉന്നതമായ ആഫിയത്ത് നൽകി സംരക്ഷിക്കുമാറാവട്ടെ. ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, കിട്ടാത്തവർക്ക് തിരിയില്ല. ഇത് നഷ്ടപ്പെട്ട ആളുകൾക്കല്ലാതെ നഷ്ടപ്പെടാത്ത ഒരാൾക്കും ഈ അനുഗ്രഹത്തെപ്പറ്റി തിരിച്ചറിയാനേ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കാലിന്റെ അപ്പം വിരലുകൾ, എനിക്കറിയുന്ന എന്റെ കൂടെ ജീവിക്കുന്ന 2 ആളുകളുണ്ട്, കാലിന്റെ അപ്പം വിരലുകൾ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷെ എന്താണ്? ഒരാളൊരു ആർട്ടിസ്റ്റാണ്, എഴുതാനാവുന്നില്ല. മുന്നത്തെ കാലിന്റെ ഫിംഗറിൽ ബാലൻസുകൾ വെച്ച് ചരിത്രപരമായ വമ്പിച്ച അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനുഷ്യന് ഇന്ന് ബ്രഷ് പിടിക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? ബ്രഷ് ഉണ്ടവിടെ, മരുന്നുണ്ടവിടെ, ഇങ്കുണ്ടവിടെ, കൈയുണ്ടവിടെ, തലയുണ്ടവിടെ, ബോധ്യമുണ്ടവിടെ. ഒരു വിരല് താഴെ ഇല്ലാത്തതിന്റെ പേരിൽ ആ ആർട്ടിസ്റ്റ് പണി നിർത്തുക. നിങ്ങൾ ആലോചിക്കുക, എന്തൊരു അത്ഭുതം, എന്തൊരു പ്രതിസന്ധിയാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്കുക. ചെവിയില്ലാത്തവന് കണ്ണട ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ, ചെവിയില്ലാത്തവന് കണ്ണട ധരിക്കൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ, കാൽ വിരലുകളില്ലാത്തവന് കൈകൊണ്ട് ജോലിയെടുക്കാൻ കഴിയാത്ത എന്തൊക്കെ സെറ്റപ്പായിട്ട് അല്ലാഹു ചെയ്തിട്ടുണ്ടാവുക. കൈകൊണ്ടൊരു പണിയെടുക്കാനാണ് നിന്റെ കാലിന്
അള്ളാഹു സൃഷ്ടിച്ചതെന്ന് ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇന്നുവരെ ഓർക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ ഫീ ദീന വ ദുനിയായ. ഒരാളും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരു രാത്രിയും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മിഴികൾ അടക്കരുത്. അത്രയും പ്രാധാന്യമാണ്. കാരണം എന്താ? രാത്രി കിടന്നുറങ്ങി സുബഹിക്ക് പള്ളിയിൽ സഫിൽ നിൽക്കുമ്പം അടുത്ത ആളോട് പറയുന്നു, എടാ കൈകാലുകളൊക്കെ എനിക്ക് വിറക്കുന്നുണ്ട്. സുബഹി കഴിഞ്ഞ് വീട്ടിലിരുന്ന് പത്രം വായിച്ച് ഖുർആനോദി പത്രം വായിച്ച് അദ്ദേഹം പിന്നെ കിടപ്പിലാണ്. വായിച്ചു ഇത്രയുള്ളൂ മനുഷ്യന്റെ വ്യവസ്ഥ. നമ്മളോ ആരോഗ്യമുള്ള ഈ ശരീരവും കൊണ്ട് ശൈത്താനെ കൊണ്ടും ചെവിയിൽ മൂത്രവും ഒഴിപ്പിച്ച് ഫജറിൽ കടന്നുറങ്ങുന്ന ആളുകളാ ആരോഗ്യമുള്ള മിക്കവാറും ആളുകൾ. കണ്ണു കാണാത്ത ആളുകൾ തപ്പിത്തടഞ്ഞ് പള്ളിയിൽ വരുമ്പോൾ, കാലുകളില്ലാത്തവർ യന്ത്രങ്ങൾ പിടിപ്പിച്ച പലകകളിൽ ഇരുന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ, കാറുകളും ബൈക്കുകളുമുള്ള പലരും വീട്ടിലുറങ്ങണ്. എന്നിട്ട് അവൻക്ക് ദീന വരെപ്പോന്നറിയോ? അവൻ രോഗിയായാൽ അവൻക്ക് ഈമാൻ തോന്നുമ്പോൾ എപ്പോന്നറിയോ? അവൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ശ്രമിക്കുമ്പോൾ എപ്പോന്നറിയോ? ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെ ഗാത്രനായി ജീവിക്കുന്ന ഒരു കാലത്തും അള്ളാഹുവിനെ ചെവി കൊടുക്കാത്ത, നാവ് കൊണ്ട് പറയണ്ട, ചെവി കൊണ്ട് കേട്ട ബാങ്കുകൾക്ക് പോലും മറുപടി പറയാതെ ജീവിച്ചവൻ അവസാനം അവൻ ഇങ്ങനെ നിലത്ത് കിടക്കപ്പെട്ടാൽ ഓനെന്ത് ചെയ്യും? ഒന്നൊന്നാവാൻ ശ്രമിക്കും. എന്തെല്ലാം കോഴിക്കോട് നമ്മുടെ ഒരു പരിപാടിയിൽ കാണാൻ ഒരു പെൺകുട്ടി, മുല്ലപ്പൂവിന്റെ നിറവും സൂര്യകാന്തിയുടെ തിളക്കവുമുള്ള ഒരു ഡോള് പോലെ നമുക്ക് പറയാൻ പറ്റിയ ഒരു സുന്ദരിയായ പെൺകുട്ടി. ചെറിയ മോളാണ്, 3 വയസ്സ് 4 വയസ്സ്. പക്ഷെ എന്താണ് കണ്ണിന്റെ സ്ഥാനത്ത് പ്രിയപ്പെട്ടവരെ ഒരു നനഞ്ഞ് എണ്ണ തേച്ചിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ പോലെ 2 ഇറച്ചി കഷ്ണം ഞാൻ കുട്ടിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്ക്, ബാക്കി എല്ലാം ഓക്കെ, കണ്ണിന്റെ ഭാഗത്ത് നമുക്ക് നോക്കാൻ പറ്റില്ല. എന്താണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നോക്ക്. നമ്മുടെ മക്കളുടെ കണ്ണുകൾ നോക്ക്. 5 മക്കളുള്ള വാപ്പാക്ക് 10 സുന്ദര കണ്ണുകളാ അള്ളാഹു നൽകുന്നത്. നമ്മളുടെ കുട്ടികളുടെ സംസാരവും നമ്മളുടെ കുട്ടികളുടെ ചെവിയുടെ അടുപ്പിച്ച് അള്ളാഹു നൽകിയിരിക്കുന്ന സുന്ദരമായ രോമങ്ങളും നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ. എന്ത് രസത്തിലാ അള്ളാഹു നമ്മുടെ മക്കളെ നൽകിയിട്ടുള്ളത്. ആർക്കെങ്കിലും അതിന് നന്ദി കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതര കുട്ടികളുടെ വൈകല്യങ്ങൾ കാണുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലദീ ഫവ്വലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ എന്ന് ചൊല്ലാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹുവേ സർവസ്തുതിയും റബ്ബിന്. എന്താ പ്രാർത്ഥന? ഈ ഒരു പരീക്ഷണം എനിക്ക് നൽകാതെ എന്നെ സംരക്ഷിച്ച റബ്ബേ നിനക്കാണ് സ്തുതി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാരെയും ആഫിയത്ത് നൽകി സംരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആരും നിസ്സാരമാക്കണ്ട. ഒരു മുടി നരച്ചാവരെ എത്ര ടെൻഷനാണ് അല്ലേ? കണ്ണാടിന്റെ മുന്നിൽ നമ്മൾ പോവാറുണ്ടോ? ഇല്ല. മുടി കറുപ്പൊക്കെട്ട് എത്ര കാലം നമ്മൾ ജീവിക്കുക. പേരക്കുട്ടിയുടെ കല്യാണത്തിന് ആരും വിചാരിക്കരുത്, ഞാനൊരു കുറച്ച് പച്ചക്ക് പറയുന്ന ആളാണ്. പേരക്കുട്ടിയുടെ കല്യാണത്തിന് ഉപ്പാവാന്റെ മുടി ഫുള്ള് കറുത്തിട്ട് എത്ര കാലമായി ഇയാൾ കറുത്തിട്ട് ജീവിക്കുക? എത്ര കാലമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വെപ്പുമുടി വെക്കുക? നിന്റെ കഫൻ പുടവയിൽ ആര് വെക്കുമോ നിന്റെ ഈ മുടി? എത്ര കാലം നമ്മൾ നിങ്ങളെ മറച്ചു പിടിക്കുക? ആർക്ക് വേണ്ടിയിട്ട്? മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ താടി രോമങ്ങളിൽ ഒരു രോമം വെളുത്താൽ നീ സന്തോഷിച്ചോളൂ, നിനക്ക് സ്വർഗത്തിലേക്കുള്ള അവസരം കടന്നു വരികയും. മുർഖ് ഖത്താബ് പറഞ്ഞ ഒരു സ്റ്റാഫിനെ നിശ്ചയിച്ചു. എന്താ ഡ്യൂട്ടി എന്നറിയോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ. മരണത്തെ ഓർമ്മിപ്പിക്കാൻ, ഖലീഫ മരണം കിട്ടോ എന്ന് ഓർമ്മിപ്പിക്കാൻ 2 പോയിന്റുകളാണ് മണിക്കൂറുകളോളം കരയിപ്പിച്ചിട്ടുണ്ടെന്നെ. ഒന്നെന്താണെന്നറിയോ? മുർഖ് ഖത്താബ് ഈ ശത്രുവിന്റെ കുന്തം കൊണ്ട് കുത്തേറ്റ് കൊടലുകൾ വളർന്ന് എന്താ പറയാ ബ്ലഡുകൾ ഇങ്ങനെ ഒലിക്കണം. പള്ളിയിൽ ഇങ്ങനെ കടന്നു പെട്ടെന്ന് നിസ്കരിക്കുന്ന ആംഗ്യം കാട്ടി. അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കൾ വേഗത്തിൽ നിസ്കരിച്ചു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ മഹാനായ ഉമർ നിശ്ചലനായിട്ട് ഇങ്ങനെ കിടക്കുക. ആളുകൾ ഇങ്ങനെ തട്ടി വിളിച്ചു. ഉമർ ഖത്താബ് നിൽക്കുന്ന ആരാ ഇത്? പ്രിയപ്പെട്ടവരെ, സഹാബി വൃന്ദങ്ങളിലെ ഒരു സാധാരണക്കാരനായ സഹാബി ആയിരുന്നില്ല. എല്ലാവരുടെയും മജ്ജയും മസ്തിഷ്കവും ധൈര്യവും സ്ഥൈര്യവും എല്ലാവർക്കും നൽകിയ ഉമറായിരുന്നു അത്. ആ ഉമർ ഇങ്ങനെ കിടക്കുമ്പോഴാണ് മോൻ വന്നിട്ട് പറയണം, എന്താണെന്നറിയോ? കാത്തവ ജീവനുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കാരം എന്ന് പറഞ്ഞു നോക്ക്, ചിലപ്പോൾ എണീക്കും.
സുബ്ഹാനല്ലാഹ്. സഹാബാക്കൾ പറഞ്ഞു സ്വലാത്ത് അസ്സലാത്ത് അസ്സലാത്ത്. ഉമറിന്റെ കണ്ണുകൾ തുറന്നു. ഉമർ ഖത്താബിന് അസ്സലാത്ത് കേട്ടപ്പോൾ ജീവൻ വന്നു. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എവിടെയാ കിടക്കുന്നത്? നമ്മൾ എവിടെയാ ജീവിക്കണത്? നമ്മൾ അസ്സലാത്ത് കേൾക്കുമ്പോൾ തിരിഞ്ഞു കിടക്കുക, മൂത്രമൊഴിച്ചിട്ട് കിടക്കുക, സെക്സിൽ ഏർപ്പെടുക. അല്ലേ? നമ്മൾ അലാറം അതാണ്. സുബഹി ബാങ്ക് കൊടുത്താൽ സെക്സ്, സുബഹി ബാങ്ക് കൊടുത്താൽ മാറിക്കിടത്തം, സുബഹി ബാങ്ക് കൊടുത്താൽ AC ഒന്നുകൂടി ഓണാക്കൽ, സുബഹി ബാങ്ക് കൊടുത്താൽ പുതപ്പൊന്നുകൂടി ഇടൽ, സുബഹി ബാങ്ക് കൊടുത്താൽ അപ്പുറത്തെ ഭാര്യനെ ഇങ്ങോട്ട് വിളിക്കൽ. അല്ലേ പ്രിയപ്പെട്ടവരെ? എന്നിട്ട് നമ്മളും ഈ സഹാബാക്കളും ഒരേ സ്വർഗത്തിൽ ഒരുമിച്ച് കിടക്കുമെന്ന് സ്വപ്നവും കണ്ട് നടക്കുക. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെയെല്ലാം ധന്യമാക്കി നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു നൽകിയിരിക്കുന്ന ആരോഗ്യമെന്ന അനുഗ്രഹത്തെ പരമാവധി പരിഗണിച്ചും അതിന് നന്ദി കാട്ടിയും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കാൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ആളുകളെയും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മാലിക് റളിയല്ലാഹു അൻഹു പറയാ, തന്റെ പിതാവിൽ നിന്ന് നിവേദനം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്താണ് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? അല്ലാഹുമ്മ ഗഫിർലി വറഹംനി വആഫിനി വർസുഖ്നി. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ, എന്നോട് കരുണ ചൊരിയണമേ, എനിക്ക് സൗഖ്യം നൽകണമേ. എന്താ ഈ സൗഖ്യം ഇല്ലെങ്കിൽ? കൊയിലാണ്ടിയിലുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരു കോടീശ്വരൻ. സത്യത്തിൽ ഞാൻ ഇന്ന് ഈ ഖുത്ബ വിചാരിക്കരുത്, സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഒന്നിന്റെ കണ്ണടയാണ്, രണ്ടെന്റെ ഇന്നലെ ഒരു സുഹൃത്ത് അയച്ചൊരു വോയിസാണ്. ഞാനിങ്ങനെ വാപ്പന്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെ അവനോട് പറഞ്ഞിട്ട് പറഞ്ഞു, ഷാഹിദ് ശ്രദ്ധിക്കണം, നമ്മളെല്ലാരും ഏത് നിമിഷവും നമ്മളുടെ ആരോഗ്യം അല്ലാഹു തിരിച്ചെടുക്കും. നമസ്കരിക്കാൻ പോലും കഴിയുന്നില്ല വാപ്പക്ക്, മൈൻഡൊക്കെ അങ്ങോട്ട് ഡിസോർഡർ ആയിട്ട് പലർക്കും ഉണ്ടാവും അങ്ങനെ. ഞാനിത് പറയുന്നത് എന്റെ ഒരു മാർക്കറ്റിനല്ല, നമ്മളൊക്കെ പഠിക്കാനും പേടിക്കാനും. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഏത് നിമിഷവും വീണാൽ ഒന്നും ചെയ്യാനാവില്ല. അപ്പൊ അവന്റെ ഒരു വോയിസ് വരും, ഇന്നൊരാൾ കോടീശ്വരനാണ്, അയാൾക്ക് ശ്വാസം പിടിക്കാൻ കഴിയില്ല, അത്രേ ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. ഈ കോടികൾ മുഴുവനും ഞാൻ എവിടെ കൊണ്ടുപോയി ഇടാനും ഞാൻ റെഡിയാണ്, എനിക്ക് ശ്വാസം ഒന്ന് കിട്ടേണ്ടി എന്നാണ് അത്ര അയാളെ വോയിസ് വന്നിട്ടുള്ളത്. ആലോചിച്ചു, വളരെ പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ എന്റെ ഖുത്ബയുടെ ഭംഗിയൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങളോട് പറയുന്നത്, നമ്മളെല്ലാവരും രക്ഷപ്പെടണം. എന്നെ അറിയുന്നവരും ഞാൻ അറിയുന്നവരും എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളും നിരവധി പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നവരാണ്. ഉറപ്പായിട്ടും നമ്മൾ പോകും. നമ്മളും ഇതേപോലെ മെഷീൻ ഘടിപ്പിച്ചറിയില്ലേ, ബാറ്ററി ഘടിപ്പിച്ച വണ്ടികളിൽ അലാറങ്ങൾ മുഴങ്ങി, സൈറണുകൾ മുഴങ്ങി, മക്കത്തെ മതാഫിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ ഓടുമ്പോ ആലോചിച്ചൊക്കെ അതിന്റെ പിന്നിൽ ആയിരക്കണക്കിന് ആളുകൾ ഓടുകയാണ് 2 ഖീറാത്ത് പ്രതിഫലത്തിന് വേണ്ടിയിട്ട്. ഈ മരണപ്പെട്ടു പോയ ജനാസയുടെ പിന്നിൽ ആരാണെന്ന് പോലും അവർക്കറിയില്ല. അവരുടെ കുടുംബക്കാരല്ല, ഏതെങ്കിലും രാജ്യക്കാരൻ, എവിടെയോ വെച്ച് മരണപ്പെട്ടവൻ, നമുക്കൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തവൻ. പക്ഷേ ആ സൈറൺ മുഴക്കി വരുന്ന ബാറ്ററി ഘടിപ്പിച്ച ഈ ഇലക്ട്രോണിക് സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന ജനാസക്ക് പിന്നാലെ തിരകൾ ചുവയടിച്ചു വരുന്നത് പോലെ ആളുകൾ അണിതിരുന്ന് ഓടി വന്ന് 4 തക്ബീറുകൾ കെട്ടി സലാം വിട്ടുമ്പോ അവരുടെ ഉദ്ദേശം 2 ഖീറാത്ത് പ്രതിഫലമാണ്. ജനാസയുടെ പിന്നിൽ നിന്ന് നമസ്കരിച്ചാലുള്ള ഒരു ഖീറാത്തും, അതോടൊപ്പം ജനാസയുടെ പിന്നാലെ പോയി ഖബറിൽ ആ ജനാസ വെച്ച് അതിനെ മൂടി തസ്ബീഹ് ചൊല്ലിയാൽ കിട്ടുന്ന ഒരു ഖീറാത്ത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ഖീറാത്ത് ഉണ്ട് അവിടെ. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയേക്കാളും അധികം ഉണ്ടാകുമെന്ന്. ഏതാണ് ഉഹുദ് മല? ഉഹുദ് യുദ്ധം നടന്നപ്പോ സഹാബാക്കൾ കയറി നിന്ന മല മാത്രമല്ല ഉഹുദ്, അത് ഉഹുദിന്റെ ഒരു ഭാഗമായി. 20ഓളം കിലോമീറ്റർ ഉണ്ടെന്നാണ്, 20ഓളം കിലോമീറ്റർ, ഇതിനേക്കാളും അധികം ഉണ്ടാവാം. അത്രയും
ഇത്രയും പ്രതിഫലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നമ്മളെല്ലാവരും എന്ത് തിരക്ക് പിടിച്ചാലും, പീഡിയയിലെ സ്റ്റാഫ് ഇല്ലെങ്കിലും, പോരാലും ഇബാദത്തുകൾക്ക് ചാൻസ് കിട്ടുമ്പോൾ അതിലേക്ക് അടുക്കാൻ നമ്മുടെ ആരോഗ്യം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തീർച്ചയായും ഈ പ്രാർത്ഥനകൾ നിന്റെ ദുനിയാവും ആഖിറത്തും ഒരുമിച്ച് തരുന്ന റസൂൽ ആ പ്രാർത്ഥന പഠിപ്പിച്ചെടുത്തിട്ട് പറഞ്ഞത്. റസൂൽ പഠിപ്പിച്ചു, അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദി അലയ്യ റൂഹി വഅദിൻ ലീ ബിദിക്രി. എന്താ പറഞ്ഞത്? വഅദിന ലീ ബിദിക്രി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകുകയും എന്റെ ആത്മാവിനെ ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ എന്നിലേക്ക് തിരിച്ചു തരികയും അവന്റെ അതിമഹത്വത്തെ സ്തുതിച്ചു വാഴ്ത്താൻ എനിക്ക് കഴിവ് തരികയും ചെയ്ത റബ്ബിനാണ് സർവസ്തുതിയും. ഒരുപാട് പ്രാർത്ഥനകളുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ നമ്മളുടെ ആഫിയത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഇനി ഒരു കാര്യവും കൂടി പറയാം, നമ്മളൊക്കെ സേഫായിരിക്കും. ഇത്രയും കാലം ഒരു രോഗം ഉണ്ടാവില്ല. എല്ലാ ഫിറ്റ്നസും നമ്മളുടെ ഡോക്ടറും നഴ്സും എഴുതി ഒപ്പിട്ട് തരുന്നുണ്ടാകും. എല്ലാ ടെസ്റ്റുകളും നമുക്ക് അനുകൂലമായിരിക്കും. പ്രിയപ്പെട്ട സഹോദര, നിന്റെ ആരോഗ്യത്തെ അല്ലാഹു മരണം വരെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ പരിസരത്ത് കിടക്കുന്ന ആരോഗ്യക്കുറവുള്ള മനുഷ്യനാണ് നിന്റെ ആരോഗ്യത്തെ പരീക്ഷിക്കുന്ന മനുഷ്യൻ. നമുക്കുള്ള പരീക്ഷണം തൊട്ടടുത്തുള്ള ആരോഗ്യമില്ലാത്തവനാ. വീട്ടിലുണ്ടാവും ചിലപ്പോൾ. നമ്മളൊക്കെ ഏണിക്കൂട്ടിലും ബാക്കിലെ റൂമിലൊക്കെ ഇട്ട് മൂടുന്ന കുട്ടികളില്ലേ, ആളുകൾ കാണാതിരിക്കാൻ, അവന്റെ വായിൽ നൊലിക്കുന്നത് ആളുകൾ കാണാതിരിക്കാൻ, അവന്റെ മണം ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാതിരിക്കാൻ, അവന്റെ മൂത്രം ആളുകൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കാതിരിക്കാൻ എത്ര കുട്ടികളെ മൂടി വെച്ച് ജീവിക്കുന്നവരാ നമ്മളല്ലേ? ആലോചിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ആ ആളുകൾ അവർക്ക് കിട്ടിയ പ്രയാസം അവർക്കുള്ള പരീക്ഷണമല്ല, അവർക്ക് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ്. പരീക്ഷണം പ്രിയപ്പെട്ടവരെ നമുക്കുള്ളതാണ്. അതുകൊണ്ട് എന്റെ ഖുതുബ കേൾക്കുന്ന പണക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ചെലവിൽ ഒരു രോഗിയെയെങ്കിലും നിങ്ങളുടെ ചെലവിൽ പോറ്റാൻ, പരിപാലിക്കാൻ നിങ്ങൾ ഇന്ന് ഈ ഖുതുബ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തീരുമാനിക്കണം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആരോഗ്യമില്ലാത്തവനെ സംരക്ഷിക്കുന്നവന്റെ ആരോഗ്യം ആകാശ ലോകത്തുള്ളവൻ സംരക്ഷിക്കുന്ന അല്ലാഹു അങ്ങനെയെങ്കിലും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സദഖകൾ വർദ്ധിപ്പിച്ചാൽ അത് നിങ്ങളെ ആപത്തുകളെ തടയുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ തടിയുമായി തട്ടിയാലേ നമുക്ക് ഈമാനൊക്കെ അങ്ങോട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് അന്ധവിശ്വാസികളായ ആളുകൾ വരെ കണ്ടില്ലേ, ചുരം കയറുമ്പോൾ ഒടുങ്ങാക്കാട് ഏൽപ്പിക്കുക, ഓൻ ചെറുത്തുമെന്ന് വീഴുന്നത്. അതാരാ കിടക്കുന്നത്? ഓനേക്കാളും മുന്നേ കിടന്നോൻ, ഓനേക്കാളും മുന്നേ വീണോൻ, ഓന്റെ അത്ര നിസ്കരിക്കാത്തോൻ, ഓന്റെ അത്ര ധർമ്മം ചെയ്യാത്തോൻ, എന്നിട്ട് ഓനിക്ക് കൊണ്ടു കൊടുക്കുന്നു ഇവനെ സംരക്ഷിക്കാൻ. ആകാശത്തുള്ളവൻ അവൻ കൊടുത്ത പണമാണ് ഭൂമി കിടക്കുന്നവൻ എറിഞ്ഞു കൊടുക്കുന്നത്. ആലോചിച്ചു, നമ്മൾ ആടെ കെട്ടിയിടുകയാണ്. ആടെ 5 ഉറുപ്പ് എടുത്തിട്ട് 30 കുട്ടി പോയിട്ട് തോന്നിയാസം നടത്തുക. ഇവിടെ ഒരു 10 ഉറുപ്പ് എടുത്തിട്ട് ഗൾഫിൽ പോയിട്ട് വ്യഭിചരിക്കുക. അല്ലേ? എന്താ ആരെയാ തെറ്റിക്കുന്നത്? ഹജ്ജിന് പോലും പോകുമ്പോ ഈ പണി ചെയ്യുന്നില്ലേ ആളുകളെ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബുമായിട്ടെടുക്കുക. ഇത് നമ്മുടെ പേഴ്സണൽ പ്രശ്നമാണ്. ഇതൊരാളുടെ കൂടെയും കൂട്ടത്തിൽ കൂടിയാൽ കഴിച്ചലാകുന്ന പ്രശ്നമല്ല. രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്കായിരിക്കും പ്രതിസന്ധി ഉണ്ടാവുക. പിന്നിലുള്ള നമ്മൾ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കാത്തവരും സുഖങ്ങൾ ആസ്വദിക്കുന്നവരായിരിക്കും. മതപരമായ വിഷയങ്ങൾ കയറി വരുമ്പോൾ 1-2 മനുഷ്യന്മാരായിരിക്കും നിർമ്മിക്കപ്പെടുക. പക്ഷേ അവർ ആഹ്വാനം ചെയ്ത ആദർശം ഒരു വലിയ സമൂഹത്തിന്റെ ആദർശമായിരിക്കും. അവർ നിന്ദിക്കപ്പെടുന്നതും അപഹസിക്കപ്പെടുന്നതും ഒരു സമൂഹത്തിന്റെ ആദർശത്തിന് കാവലിരിക്കേണ്ടതിനായിരിക്കാം. അതിന്റെ സൗഖ്യം നുകരുന്നവർ നമ്മൾ, അതിനൊരു പ്രയാസവും ഏറ്റെടുക്കാൻ തുനിയാത്തവരുമാണ് നമ്മൾ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട്. ഈ ആദർശം ഈ ഭൂമി മലയാളത്തിൽ, ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തും ഒരു കൂട്ടരെ കൊണ്ട്. ലസ്തബ്ദിൽ ഖൗമൻ ഗൈറകും എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ നിന്നിട്ടില്ലെങ്കിൽ ഒരു ഖൗമിനെ അല്ലാഹു പുതിയത് കൊണ്ടുവരുന്ന. പ്രിയപ്പെട്ടവരെ, അതാവരുത്, അതിന് സമ്മതിക്കരുത്. നമ്മളായിരിക്കണം അതിനെ ഏറ്റെടുക്കേണ്ടവർ, നമ്മളായിരിക്കണം ആ ആദർശത്തിന് താങ്ങേണ്ടവർ. നമ്മളെ മാറ്റി നിർത്തിയിട്ടൊരു ഖൗമ് ഇസ്ലാം സ്വീകരിക്കുകയോ ഹിദായത്തിലേക്ക് കടന്നു വരികയോ ചെയ്തിട്ട് അവരുടെ ബുദ്ധിയിലും അവരുടെ ജിഹാദിലും കൊണ്ട് ദീന് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ വേണം.
നമ്മൾ വേണം. പ്രാർത്ഥിക്കാനെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായ ഖുതുബകളും പ്രാർത്ഥനകളും ഹദീസുകളും ആയത്തുകളുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഉൾധാരയിൽ വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ച് നല്ലൊരു മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഒരുപാട്. മരണം മുഖാമുഖം കണ്ട് കിടക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകളായി അവങ്കിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യത്തിന് ശിഫ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മാക്കും പ്രിയപ്പെട്ട ഉപ്പാക്കും പ്രിയപ്പെട്ട രക്തത്തിൽ വീണ നമ്മുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു ആരോഗ്യത്തിന് പകരം ഏറ്റവും നല്ലൊരു പകരം നൽകുമാറാവട്ടെ. അവർക്ക് രണ്ട് ലോകത്തും അല്ലാഹു സൗഖ്യം നൽകുമാറാവട്ടെ. അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ധന്യത വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم إنا نسألك العفو والعافية في ديننا ودنيانا. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.